ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് പ്രസിഡന്റ് ഷജിന കൊടക്കാടിന്റെ അധ്യക്ഷതയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായ ജൌഹർ വെള്ളികുളങ്ങര അവതരിപ്പിച്ചു. ആസ്തി വികസന ലക്ഷ്യം വെച്ച് വിവിധ പദ്ധതികൾക്കായി സ്ഥലം വാങ്ങാനും ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ പാവപ്പെട്ടവന്റെ പാർപ്പിട പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം തേടാനും മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷി വിഭാഗം, വയോജനങ്ങൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായി മുഴുവൻ ജനവിഭാഗങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രവും ജനകീയവുമായ ബജറ്റാണ് ചെയർമാനും വൈസ് പ്രസിഡന്റ് ജൌഹർ വെള്ളികുളങ്ങരയും അവതരിപ്പിച്ചത്. മാനവിക സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ഗ്രാമീണ വിശുദ്ധിയോടെ തെളിഞ്ഞ മതനിരപേക്ഷതയോടെ സ്നേഹവും സൗഹാർദ്ദവും പങ്കുവച്ചു ഒഞ്ചിയത്തെ ജനത ഇവിടെ ജീവിക്കുന്നു. നമ്മുടെ നാടിന്റെ സുസ്ഥിര വികസനത്തിന് നമ്മെ ഇന്നലകളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഭൗതിക സാഹചര്യങ്ങളിലാണ് ഇവയെല്ലാം. ഒഞ്ചിയത്തിന്റെ പഴമയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹരിതാപമായ കാർഷിക സമൃദ്ധിയുടെ ഉണർത്തുപാട്ടുകൾ ചികഞ്ഞെടുക്കാൻ നമുക്ക് കഴിയും. പൊതുഭൂമിയുടെ ലഭ്യതക്കുറവ് ആസ്തി വികസനത്തിന് വലിയ തടസ്സമായി നിൽക്കുകയാണ്. ആസ്തി വികസനം എന്ന നിലയിൽ ബഡ്സ് സ്കൂൾ, അങ്കണവാടി, പകൽ വീട്, കളിസ്ഥലം ഉൾപ്പെടെയുള്ള വിപണി മൂല്യത്തിനും പരമാവധി കുറച്ച് ഭൂമി വാങ്ങുവാൻ 1.5 കോടി രൂപ ആസ്തി വികസന പ്രക്രിയയ്ക്ക് നീക്കിവെച്ചിരിക്കുന്നു. സദ്ഭരണം, ജനസൗഹൃദ ഫ്രണ്ട് ഓഫീസ്, ഭിന്നശേഷി, വയോജന ജനസൗഹൃദ ഫ്രണ്ട് ഓഫീസായി മാറും. താഴത്തെ നിലയിൽ ആധുനിക സാങ്കേതിക മികവോടെ സൗന്ദര്യവൽക്കരിച്ച ഫ്രണ്ട് ഓഫീസാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. മികവുള്ള റെക്കോർഡറും സൗകര്യപ്രദവും മികച്ചതും അതിവേഗ ഫയലുകളിൽ എത്താൻ കഴിയാവുന്നതുമായ റെക്കോർഡറും സംവിധാനം തയ്യാറാക്കും. പരാതിരഹിത ഒഞ്ചിയം, ഗ്രാമീണ തനിമ നിലനിർത്തിക്കൊണ്ട് പരാതികൾ ഗ്രാമത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സംവിധാനം തയ്യാറാക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചേർന്ന് സമിതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും. ജനകീയ മാനസിക ഐക്യം നിലനിർത്താൻ ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. 50 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹായത്താൽ പഞ്ചായത്ത് തല പരാതി പരിഹാര അദാലത്തിലൂടെ പരാതിയിൽ പരിഹാരം കണ്ടെത്താൻ ഗ്രാമപഞ്ചായത്ത് സാഹചര്യം ഒരുക്കുന്നു. കാർഷിക സമൃദ്ധി വീണ്ടെടുക്കൽ, 584 ഹെക്ടർ നെൽപ്പാടം ഉണ്ടായിരുന്ന ഒഞ്ചിയം ഇന്ന് നെൽവയലുകളില്ലാത്ത നാടായിരിക്കുന്നു. ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും കാർഷിക മേഖലയിൽ സൃഷ്ടി പ്രതിസന്ധി നമുക്ക് കാണാതിരുന്നുകൂടാ. കാർഷിക മേഖലയിൽ പ്രതിസന്ധികൾ മനസ്സിലാക്കി ലാഭനഷ്ട കണക്ക് പരിഗണിക്കാതെ കർഷക സംസ്കാരം എന്ന നിലയിൽ ഈ മേഖലയ്ക്ക് ഊർജം പകരാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു. 3 പതിറ്റാണ്ടിന് മുമ്പ് ഒഞ്ചിയത്തെ വയലുകളിൽ സമൃദ്ധമായി കണ്ടിരുന്ന തണ്ണിമത്തൻ കൃഷിയെ വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടെ കാർഷിക ഗ്രൂപ്പുകൾക്ക് പ്രോത്സാഹനം നൽകി പഴയകാല ഓർമ്മകളെ നമുക്ക് വീണ്ടെടുക്കാം. പച്ചക്കറി കൃഷിയും നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിന് ഇത്തവണത്തെ ബജറ്റിലും ഗ്രാമപഞ്ചായത്ത് മുൻഗണന നൽകുന്നുണ്ട്. കാർഷിക മേഖലയിലെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ 61.24 ലക്ഷം രൂപ. പഞ്ചായത്ത് സെക്രട്ടറി ഷനിൽ സ്വാഗതം ആശംസിച്ചു. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി ശ്രീജിത്ത്, സതി ടീച്ചർ, അനിത പിലാക്കണ്ടി, ആർ കെ സുജീവൻ, റഹീസ നൌഷാദ്, പ്രവീഷ് കെ സി, വി പി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, നിരോഷ ധനേഷ്, ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു.